ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2023 പുറത്തിറങ്ങിയ അഭിശാപ്തോ എന്ന ബംഗാളി ഭാഷയിലും ഹിന്ദി ഭാഷകളിലുമായിട്ട് ഇറങ്ങിയ ഒരു മിസ്റ്ററി ക്രൈം ത്രില്ലർ വെബ് സീരീസിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ഈ സീരീസിന്റെ ആശയം എന്താണെന്ന് വെച്ചാൽ, ഒരു ദിവസം കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു അഴുക്ക് ചാലിൽ ഒരു സ്ത്രീയുടെ മൃതദേഹം കിടക്കുന്നത് കണ്ട് പോലീസിനെ അറിയിക്കുന്നു. പോലീസ് ഉടനെ തന്നെ അന്വേഷണം ആരംഭിക്കുമ്പോൾ ഞെട്ടിക്കുന്ന ഒരു വിവരം അവർക്ക് ലഭിക്കുന്നു. ഇതിനോടകം 4 പെൺകുട്ടികളെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായിട്ടുണ്ട്. മറുവശത്ത് ഈ കഥയിലെ നായികയായ അപർണ അവളുടെ മാതാപിതാക്കൾ കണ്ടെത്തിയ ചെറുപ്പക്കാരനെ വിവാഹം കഴിച്ച് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോവാണ്. എന്നാൽ ആ വീട്ടിൽ ചെന്നപ്പോൾ അവിടെയുള്ളവരെല്ലാവരും വളരെ വിചിത്രമായും നിഗൂഢമായുമാണ് പെരുമാറുന്നത്. അപ്പോൾ കഥയിൽ പിന്നീട് എന്ത് സംഭവിച്ചു? ആ പെൺകുട്ടികളുടെ തിരോധാനത്തിനും കൊലപാതകത്തിനും പിന്നിൽ ആരാണ്? നായികയായ അപർണയ്ക്ക് ഈ കേസുകളുമായി എന്താണ് ബന്ധം? കഥ പുരോഗമിക്കുമ്പോൾ വെളിവാകുന്ന ആ ഞെട്ടിക്കുന്ന അപ്രതീക്ഷിതമായ ട്വിസ്റ്റുകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. അതിനു മുമ്പ് എൻ്റെ ശബ്ദം ഇഷ്ടപ്പെടുന്ന എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. എൻ്റെ ശബ്ദത്തിന് ഇന്ന് ഭയങ്കര പ്രശ്നമുണ്ട്. ഇന്നലെ 2-3 ദിവസമായിട്ട് പ്രശ്നമുണ്ട്. അപ്പോൾ ഈ ഒരു ശബ്ദം നിങ്ങൾ കുറച്ച് ദിവസത്തേക്ക് ക്ഷമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ എന്നും പറയുന്നത് പോലെ സീരീസിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ സിനിമയിലേക്ക് കടക്കാം. കഥയുടെ ഓപ്പണിംഗ് സീനിൽ കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നത് നമ്മൾ കാണുന്നു. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടി പന്ത് അടുത്തുള്ളൊരു വലിയ ഓടയിലേക്ക് അടിക്കുന്നു. പന്തെടുക്കാനായി എല്ലാ കുട്ടികളും അങ്ങോട്ടേക്ക് പോയി ഒരു വലിയ വടി ഉപയോഗിച്ച് പന്ത് പുറത്തെടുക്കാൻ ശ്രമിക്കുകയാണ്. ആ വടി വെള്ളത്തിനടിയിലേക്ക് താഴ്ത്തിയതും ഞെട്ടിച്ചുകൊണ്ട് ഒരു പെൺകുട്ടിയുടെ മൃതദേഹം വെള്ളത്തിന് മുകളിലേക്ക് പൊങ്ങി വരുന്നു. ആ മൃതദേഹം കണ്ട് ഭയന്നുപോയ കുട്ടികൾ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോവാണ്. അടുത്ത സീനിൽ ഈ വിവരം അറിഞ്ഞ പോലീസ് ഉടനെ തന്നെ സംഭവ സ്ഥലത്തേക്ക് എത്തുന്നു. മൃതദേഹം പുറത്തെടുത്ത് പരിശോധിക്കുമ്പോൾ അതൊരു പെൺകുട്ടിയുടെ മൃതദേഹമാണെന്ന് പോലീസിന് ഉറപ്പാകുന്നു. കൂടാതെ ദിവസങ്ങളോളം വെള്ളത്തിൽ കിടന്നതിനാൽ മൃതദേഹം അഴുകിയ നിലയിലായിരുന്നു. ഇതോടെ ഈ സീൻ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത സീനിൽ നമ്മൾ കഥാനായികയായ അപർണയെ കാണുന്നു. അപർണയുടെ മാതാപിതാക്കൾ അവൾക്ക് വിവാഹം നടത്തി കൊടുക്കുന്നതിനായി വരന്റെ വീട്ടുകാരെ വീട്ടിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. അപർണയെ കണ്ടപ്പോൾ തന്നെ വരനായ അജയ്ക്കും അവന്റെ മാതാപിതാക്കൾക്കും അവളെ വളരെ ഇഷ്ടപ്പെടുകയാണ്. അവർക്ക് രണ്ടുപേർക്കും തനിച്ച് സംസാരിക്കണമെങ്കിൽ ആകാമെന്ന് പറഞ്ഞ് മുതിർന്നവർ അവരെ മുകളിലേക്ക് അയക്കുകയാണ്. അജയ് വളരെ സാധാരണ രീതിയിൽ സംസാരിച്ചുകൊണ്ട് സ്വയം പരിചയപ്പെടുത്തുന്നു. ഞാൻ ഇത്രയും നാൾ ബാംഗ്ലൂരിൽ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്യായിരുന്നു. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവിടെ ഇരുന്ന് മടുത്തു. ജോലി രാജിവെച്ച് ഞാൻ കൊൽക്കത്തയിലേക്ക് തിരികെ വന്നു. ഇനി വിവാഹം കഴിച്ച് ഈ നഗരത്തിൽ തന്നെ ഏതെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാനാണ് എൻ്റെ തീരുമാനം എന്നവൻ പറയാണ്. അപർണയ്ക്കും അജയനെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് അവൾ ഈ വിവാഹത്തിന് സമ്മതം മൂളുന്നു. വിവാഹത്തിന് പെണ്ണും ചെറുക്കനും സമ്മതിച്ചെന്നറിഞ്ഞ ശേഷം ഇരു കുടുംബങ്ങളും സംസാരിക്കാനായി ഇരിക്കുകയാണ്. അജയുടെ അച്ഛൻ പറയുന്നുണ്ട്, നിങ്ങളുടെ മകളെ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമായി. അതുകൊണ്ട് എത്രയും പെട്ടെന്ന്, അതായത് അടുത്ത 15 ദിവസത്തിനുള്ളിലെങ്കിലും ഇവരുടെ വിവാഹം നടത്താം. 15 ദിവസത്തിനുള്ളിൽ വിവാഹോ എന്ന് കേട്ട് അപർണയുടെ മാതാപിതാക്കൾ അത്ഭുതപ്പെടുന്നു. അജയുടെ അച്ഛൻ തുടരുന്നുണ്ട്, വിവാഹത്തിന് ഞങ്ങളുടെ ബന്ധുക്കാരും അധികം ഉണ്ടാവില്ല. കാരണം കുറച്ച് ദിവസങ്ങൾ മുമ്പ് ഞങ്ങളും ബന്ധുക്കളും തമ്മിൽ ഒരു വഴക്കുണ്ടായി. ഇപ്പോൾ ഞങ്ങൾ ആരോടും ശരിക്കും സംസാരിക്കാറ് പോലുമില്ല. എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധുക്കൾ എത്ര പേരെ വേണമെങ്കിലും ക്ഷണിക്കാട്ടോ. ഈ സീൻ കഴിഞ്ഞ് അന്ന് രാത്രി അപർണയുടെ അച്ഛനും അമ്മയും ഇതേക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് നമ്മൾ കാണാണ്. അപർണയുടെ അച്ഛന് അജയുടെ കുടുംബത്തെയും പ്രത്യേകിച്ച് അവൻ്റെ അച്ഛനെയും കണ്ടിട്ട് ഒരു തരം സംശയം തോന്നിയിരുന്നു. അദ്ദേഹം ഭാര്യയോട് പറയുന്നുണ്ട്, നമ്മുടെ മകൾക്ക് ആ പയ്യൻ ചേരില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ബന്ധത്തിൽ എനിക്ക് താല്പര്യമില്ല. നമുക്ക് മറ്റാരെങ്കിലും നോക്കിയാലോ? എന്നാൽ അപർണയുടെ അമ്മ പറയുന്നുണ്ട്, പയ്യനെ കാണാൻ നല്ല ഭംഗിയില്ലേ, അവന് മുൻപ് നല്ല ജോലി ഉണ്ടായിരുന്നില്ലേ, ഈ ബന്ധം വേണ്ടെന്ന് വെച്ചാൽ ഇതുപോലൊരു ബന്ധം നമുക്കിനി കിട്ടിയെന്ന് വരില്ല. നീ പറയുന്ന പോലെ പയ്യൻ കൊള്ളായിരിക്കും, പക്ഷെ 15 ദിവസം കൊണ്ട് എങ്ങനെ വിവാഹം നടത്താനാണ് എന്ന് അച്ഛൻ ചോദിക്കുന്നുണ്ട്. എന്തു തന്നെയായാലും അപർണയുടെ അമ്മ ഭർത്താവിനെ നിർബന്ധിച്ച് ഈ വിവാഹത്തിന് സമ്മതിപ്പിക്കുന്നു. മറുവശത്ത് അജയുടെ കുടുംബത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, അജയ് അവന്റെ അച്ഛൻ, അമ്മ, സഹോദരി മല്ലിക, സഹോദരിയുടെ ഭർത്താവ് ദിലീപ് എന്നിവർക്കൊപ്പമാണ് താമസിക്കുന്നത്. ഇതോടെ ഈ സീനും അവസാനിക്കുന്നു. അന്ന് രാത്രി അപർണ അവളുടെ സുഹൃത്തുക്കളോടൊപ്പം പോലീസ് സ്റ്റേഷനിൽ പോയിരിക്കുന്നത് കാണാം. കാര്യം എന്താണെന്ന് വെച്ചാൽ, അപർണയുടെ അടുത്ത സുഹൃത്തായ അഞ്ജന എന്ന പെൺകുട്ടിയെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായിരിക്കുന്നു. പോലീസിൽ പരാതി നൽകിയ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അഞ്ജന എവിടെ പോയെന്നോ അവൾക്ക് എന്തു പറ്റിയെന്നോ സംബന്ധിച്ച് ഒരു ചെറിയ സൂചന പോലും ലഭിച്ചിരുന്നില്ല. പോലീസ് അന്വേഷിച്ചപ്പോൾ കാണാതാവുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അഞ്ജന നോയിഡയിലെ തന്റെ ജോലി രാജിവെച്ചിരുന്നു എന്ന് മനസ്സിലായി. അതിനുശേഷം അവൾ എവിടെ പോയെന്ന് ആർക്കും അറിയില്ല. ഇതോടെ ഈ സീനും അവസാനിക്കുകയാണ്. 15 ദിവസങ്ങൾക്ക് ശേഷം ഇരു കുടുംബങ്ങളും സംസാരിച്ച് തീരുമാനിച്ച പ്രകാരം അജയും അപർണയും വിവാഹിതരാകുന്നു. അജയുടെ അച്ഛൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിവാഹത്തിന് അവരുടെ ഭാഗത്ത് നിന്ന് ബന്ധുക്കൾ ആരും തന്നെ വന്നിരുന്നില്ല. റിസപ്ഷൻ സമയത്ത് എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അജയുടെ സഹോദരി മല്ലികയുടെ സാരിയിൽ അല്പം ചുവന്ന ജ്യൂസ് വീഴുന്നുണ്ട്. ആ ജ്യൂസ് കണ്ട ഉടൻ തന്നെ മല്ലിക വിചിത്രമായി പെരുമാറാൻ തുടങ്ങുകയാണ്. അവൾ രക്തം രക്തം എന്ന് ഉറക്കെ അലറി വിളിക്കാൻ തുടങ്ങുന്നു. മല്ലികയുടെ ഈ വിചിത്രമായ പെരുമാറ്റം കണ്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും അത്ഭുതപ്പെടുന്നു. ഉടൻ തന്നെ ദിലീപ് തന്റെ ഭാര്യയെ സമാധാനിപ്പിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. പിറ്റേ ദിവസം വിവാഹ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് അപർണ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുന്നു. എന്നാൽ അകത്ത് കയറി നോക്കുമ്പോൾ ആ വീട് ഒരു കല്യാണ വീട് പോലെ തോന്നുകയേയില്ല.
എല്ലായിടത്തും ചിലന്തി വലകൾ കെട്ടി ഒരുതരം പ്രേത ബംഗ്ലാവ് പോലെയായിരുന്നു അത്. മകന്റെ വിവാഹം നടന്നിട്ടും അജയുടെ വീട്ടുകാർ വീട് അലങ്കരിക്കാൻ പോലും മെനക്കെട്ടിരുന്നില്ല. മറുവശത്ത് അജയുടെ വിവാഹം കഴിഞ്ഞതറിഞ്ഞ് അയൽക്കാർ അവരെ കുറിച്ച് സംസാരിക്കുന്നത് നമ്മൾ കാണുന്നു. ആ കുടുംബം തന്നെ ഒരു വിചിത്രമാണ്. അവരാരോടും ശരിക്കും സംസാരിക്കാറ് പോലുമില്ല. ഇന്ന് വരെ ആരും അവരുടെ വീട്ടിലേക്ക് വരികയോ അവിടുന്ന് പോവുകയോ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. കഷ്ടകാലത്തിന് ആ പെൺകുട്ടി ഈ വീട്ടിലേക്കാണല്ലോ വിവാഹം കഴിച്ചു വന്നത് എന്നവർ പരസ്പരം പറയുന്നത് കേൾക്കാണ്. ഇതിനിടെ അഞ്ജനയുടെ മിസ്സിംഗ് കേസ് അന്വേഷിക്കുന്ന പോലീസിന് അവളുടെ മൊബൈൽ നെറ്റ്വർക്ക് പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിൽ അവൾ ഇതിനോടകം മരിച്ചുപോയെന്ന് മനസ്സിലാക്കുന്നു. പോലീസ് ഉടനെ തന്നെ അപർണയെ വിളിച്ചിട്ട് മാഡം, നിങ്ങളുടെ സുഹൃത്ത് അഞ്ജനയെ ആരോ വളരെ ക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നു എന്നറിയിക്കുന്നു. ഈ വാർത്ത കേട്ടതും അപർണ ആകെ തകർന്ന് കരയാൻ തുടങ്ങുന്നു. തന്റെ സുഹൃത്ത് അഞ്ജനയെ കൊല്ലാൻ മാത്രം ശത്രുത ആർക്കാണുള്ളതെന്ന് അവൾ ചിന്തിക്കുകയാണ്. അന്ന് രാത്രി അപർണ ഉറങ്ങാൻ പോകുമ്പോൾ മുകളിലത്തെ നിലയിലെ ഒരു മുറിയിൽ ലൈറ്റ് തെളിഞ്ഞിരിക്കുന്നത് കാണുന്നു. ഈ സമയത്ത് എന്തിനാണ് ലൈറ്റ് ഓൺ ആക്കിയിരിക്കുന്നത് എന്നറിയാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോകുമ്പോഴേക്കും അജയ് അവിടേക്ക് വരുന്നുണ്ട്. അവൻ അപർണയോട് മറ്റെന്തോ വിഷയം സംസാരിച്ച് ശ്രദ്ധ തിരിച്ച് അവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നു. മുറിയിലെത്തിയ ശേഷം അജയ് ഡ്രസ്സ് മാറാനായി അലമാര തുറക്കുന്നു. അപ്പോൾ അതിനുള്ളിൽ ഉണ്ടായിരുന്ന ഒരു വലിയ പാമ്പിനെ കണ്ട് അവൻ ഉറക്കെ നിലവിളിക്കുന്നു. ശബ്ദം കേട്ട് ഓടി വന്ന എല്ലാവരും ചേർന്ന് ആ പാമ്പിനെ മുകളിൽ ഒരു തുണിയിട്ട് അതിനെ ഒരു ഡസ്റ്റ്ബിനിലാക്കി പൂട്ടുന്നു. തന്റെ മകൻ തല നാരഴയ്ക്ക് രക്ഷപ്പെട്ടത് കണ്ട് അജയുടെ അമ്മ വളരെ ഇമോഷണലായി സംസാരിക്കുമ്പോൾ ഒരു കാര്യം വെളിപ്പെടുത്തുന്നു. നമ്മുടെ കുടുംബത്തിന് ആരുടെയോ കരിനാക്ക് തട്ടിയെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. എന്റെ മകൻ മുമ്പ് നോയിഡയിൽ ജോലി ചെയ്യുമ്പോഴും ഇതുപോലൊന്നും സംഭവിച്ചിരുന്നു. ഇപ്പൊ ഇതാ വീണ്ടും പാമ്പിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. അമ്മായിയമ്മ പറഞ്ഞ വാക്കുകൾ കേട്ട് അപർണ ഞെട്ടിപ്പോവാണ്. കാരണം അജയ് തന്നോട് പറഞ്ഞിരുന്നത് ബാംഗ്ലൂരിലാണ് ജോലി ചെയ്തിരുന്നത് എന്നാണ്, നോയിഡയിലാണെന്ന് പറഞ്ഞിരുന്നില്ല. അതായത് അജയ് തന്നോട് കള്ളം പറഞ്ഞു. എന്നാൽ അപ്പോഴേക്കും അജയ് മറ്റെന്തെങ്കിലും പറഞ്ഞ് അപർണയെ സമാധാനിപ്പിക്കുന്നു. പിറ്റേന്ന് രാവിലെ അജയുടെ കുടുംബം ഒരു സ്വാമിജിയെ കാണാൻ പോവാന്ന് പറഞ്ഞ് അപർണയെ ഒരു അഘോരിയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഒരു ശ്മശാനത്തിലാണ് ആ അഘോരി ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അപർണയ്ക്ക് വളരെ ഭയം തോന്നുന്നുണ്ട്. അഘോരി അപർണയെ നോക്കി എന്തോ മന്ത്രങ്ങൾ ജപിച്ച് അവളുടെ മേൽ ഒരു തരം ഭസ്മം പൂശുന്നു. ഈ സീൻ കഴിഞ്ഞ് അന്ന് രാത്രി അപർണ വസ്ത്രങ്ങൾ അലമാരിയിൽ വെക്കാനായി തുറക്കുമ്പോൾ അതിലൊരു ഫയൽ കാണുന്നു. അതിൽ സുപ്രജിത്ത് ബാനർജി എന്ന പേരുള്ള കുറച്ച് ഡോക്യുമെന്റുകൾ ഉണ്ട്. ഈ സുപ്രജിത്ത് എന്ന പേര് കണ്ടയുടൻ അപർണയ്ക്ക് ഒരു കാര്യം ഓർമ്മ വരുന്നു. അവളുടെ സുഹൃത്ത് അഞ്ജന കൊല്ലപ്പെടുന്നതിന് മുമ്പ് നോയിഡയിൽ ജോലി ചെയ്യുമ്പോൾ അവളുടെ മാതാപിതാക്കൾ സുപ്രജിത്ത് എന്നൊരു പയ്യനുമായി അവളുടെ വിവാഹം ഉറപ്പിച്ചിരുന്നുവെന്ന് അവൾ കേട്ടിട്ടുണ്ട്. ഈ ഡോക്യുമെന്റിലുള്ള സുപ്രജിത്ത് ആരാണ്, അയാളുടെ രേഖകൾ എന്തിനാണ് ഇവിടെ എന്നവൾ സംശയിക്കാൻ തുടങ്ങുന്നു. പിറ്റേ ദിവസം അപർണ സ്വന്തം വീട്ടിൽ പോയി വരാമെന്ന് കള്ളം പറഞ്ഞ് നേരെ പോലീസ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. തന്റെ സുഹൃത്ത് അഞ്ജനയുടെ കൊലക്കേസിൽ എന്തെങ്കിലും തെളിവുകൾ കിട്ടിയോ എന്ന് അവൾ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ആ പോലീസ് ഓഫീസർ മറ്റൊരു ഞെട്ടിക്കുന്ന വിവരം വെളിപ്പെടുത്തുന്നു. അഞ്ജന കൊല്ലപ്പെട്ട അതേ രീതിയിൽ തന്നെ മറ്റു 4 പെൺകുട്ടികൾ കൂടി കൊല്ലപ്പെട്ടിട്ടുണ്ട്. മറ്റൊരു ഞെട്ടിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതുവരെ കൊല്ലപ്പെട്ട 5 പെൺകുട്ടികളുടെയും പേര് ആരംഭിക്കുന്നത് എ എന്ന അക്ഷരത്തിലാണ്. കൂടാതെ സുപ്രജിത്ത് എന്ന പയ്യനെ കുറിച്ച് പോലീസ് അന്വേഷിച്ചെങ്കിലും അവരെക്കുറിച്ച് ഒരു വിവരം ലഭിച്ചിരുന്നില്ല. അന്ന് രാത്രി അപർണ വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ മല്ലിക ആരോട് ഒറ്റയ്ക്ക് സംസാരിക്കുന്നത് കാണുന്നുണ്ട്. ആരോ മുന്നിലുണ്ടെന്ന് സങ്കല്പിച്ചിട്ടാണ് അവർ സംസാരിക്കുന്നത്. ഇത് കണ്ട് ഞെട്ടി അപർണ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ മുകളിലത്തെ നിലയിലെ ആ മുറി തുറന്നു കിടക്കുന്നത് കാണുന്നു. വിവാഹം കഴിഞ്ഞ് വന്ന അന്ന് മുതൽ ഇന്ന് വരെ ആ മുറിക്കുള്ളിൽ കയറാൻ ആരും അവളെ അനുവദിച്ചിരുന്നില്ല. അകത്ത് എന്താണെന്ന് അറിയാൻ വേണ്ടി അവൾ ചെന്ന് നോക്കുമ്പോൾ ചുമരിൽ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ കാണുന്നു. ആ പെൺകുട്ടി ആരാണെന്ന് നോക്കുന്നതിനിടയിൽ അമ്മായിമ്മ അവിടേക്ക് വന്ന് അവളെ വഴക്കു പറഞ്ഞ് പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഇത്തവണ അപർണയും ശബ്ദം ഉയർത്തി ആ ഫോട്ടോയിലുള്ള പെൺകുട്ടി ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. ശബ്ദം കേട്ട് അവിടേക്ക് വന്ന അജയ് പറയുന്നുണ്ട്, അപർണ, ആ ഫോട്ടോയിലുള്ളത് മറ്റാരുമല്ല, എൻ്റെ ഇളയ സഹോദരി പ്രിയയാണ്. പ്രിയ ഒരു പയ്യനുമായി പ്രണയത്തിലായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവൾ ആരും അറിയാതെ വീട് വിട്ട് ഓടിപ്പോയി. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പ്രിയ മരിച്ചുപോയെന്ന് ഞങ്ങൾക്ക് വാർത്ത കിട്ടി. പ്രിയ മരിച്ചതിന് ശേഷമാണ് ഞങ്ങളുടെ വീട്ടിൽ ഈ വിചിത്ര സംഭവങ്ങളെല്ലാം നടക്കാൻ തുടങ്ങിയത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇടയ്ക്കിടെ ആ അഘോരയുടെ അടുത്തേക്ക് പോകുന്നത്. ഈ സീൻ കഴിഞ്ഞ പിറ്റേന്ന് രാവിലെ അജയുടെ അമ്മയ്ക്ക് പെട്ടെന്ന് വയ്യാതെ ആവുന്നു. അവരെ ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ കൂട്ടിക്കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യുന്നു. പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്ത ശേഷം വിവരങ്ങൾ നൽകാനായി ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഫോം കൊടുക്കുന്നു. അമ്മയ്ക്ക് എന്തു പറ്റിയെന്ന് ഓർത്ത് അജയ് ആകെ ടെൻഷനിലായതുകൊണ്ട് അപർണയാണ് ആ ഫോം പൂരിപ്പിക്കുന്നത്. എന്നാൽ ഫോം പൂരിപ്പിക്കുന്നതിനിടയിൽ അപർണ എന്തോ ഓർത്തിരുന്നിട്ട് ഭർത്താവിന്റെ പേരിന്റെ സ്ഥാനത്ത് സുപ്രജിത്ത് എന്ന് എഴുതുന്നു. അതായത് അജയ് എന്ന് എഴുതുന്നതിന് പകരം അവൾ സുപ്രജിത്ത് എന്ന് തെറ്റി എഴുതുന്നു. ഇത് ശ്രദ്ധിക്കാതെ ഫോം തിരികെ നൽകാണ്. കുറച്ച് സമയത്തിന് ശേഷം മരുന്ന് വാങ്ങാനായി റിസപ്ഷനിൽ നിന്ന് സുപ്രജിത്ത് എന്ന് ഉറക്കെ വിളിക്കുന്നു. സുപ്രജിത്ത് എന്ന് വിളി കേട്ട ഉടൻ അജയ് പ്രതികരിക്കുന്നു. ഇത് കണ്ട അപർണ ഞെട്ടിപ്പോവാണ്. അവളുടെ സംശയം വർദ്ധിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഭർത്താവിന്റെ പേര് സുപ്രജിത്ത് എന്നാണോ എന്നവൾ ചിന്തിക്കുമ്പോഴേക്കും അജയ് അവളുടെ മേൽ ദേഷ്യപ്പെടാൻ തുടങ്ങുന്നു. ഫോം പൂരിപ്പിക്കുമ്പോൾ നിനക്ക് ബോധം ഉണ്ടായിരുന്നില്ലേ, എൻ്റെ പേര് എന്തിനാണ് സുപ്രജിത്ത് എന്ന് എഴുതിയത് എന്നവൻ ദേഷ്യത്തോടെ ചോദിക്കുന്നു. ഇതെല്ലാം കാണുമ്പോൾ തൻ്റെ ഭർത്താവിന്റെ വീട്ടുകാർ എന്തോ ഒരു കാര്യം മറച്ചു വയ്ക്കുന്നുണ്ടെന്ന് അപർണയ്ക്ക് വീണ്ടും വീണ്ടും തോന്നുന്നു.
ഉടനെ തന്നെ എന്തോ ഒരു കാരണം പറഞ്ഞ് അപർണ വീട്ടിലേക്ക് തിരികെ വരുന്നു. അപ്പോൾ മല്ലിക മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. അപർണ മല്ലികയെ ഭീഷണിപ്പെടുത്തി കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവൾ യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ഒരു ഫ്ലാഷ് ബാക്കായി പറയാൻ തുടങ്ങുന്നു. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വീട്ടിലെ ഇളയ മകളായ പ്രിയ ചന്ദ്രൻ എന്നൊരു പയ്യനുമായി പ്രണയത്തിലായിരുന്നു. ഒരു ദിവസം ഒരു വിവാഹത്തിന് പോകാനായി എല്ലാവരും പുറത്തു പോയപ്പോൾ പ്രിയ വീട്ടിൽ തനിച്ചായിരുന്നു. അവൾ തന്റെ കാമുകനായ ചന്ദ്രനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അവനുമായി റൊമാൻസ് ചെയ്യുകയായിരുന്നു. അതേസമയം തന്റെ പേഴ്സ് എടുക്കാൻ മറന്നുപോയ ദിലീപ് വീട്ടിലേക്ക് തിരികെ വന്നു. പ്രിയ ഒരു പയ്യനുമായി റൊമാൻസ് ചെയ്യുന്നത് കണ്ട് അവൻ ഉടനെ തന്നെ അജയെയും അവന്റെ അമ്മയെയും ഫോൺ ചെയ്ത് വിവരം അറിയിക്കുന്നു. ഉടനെ തന്നെ വീട്ടിലേക്ക് പാഞ്ഞെത്തിയ എല്ലാവരും ദേഷ്യത്തിൽ ചന്ദ്രനെ ക്രൂരമായി മർദ്ദിക്കുന്നു. അവരുടെ മർദ്ദനമേറ്റ് ചന്ദ്രന്റെ ശ്വാസം നിലയ്ക്കുന്നു. ഇതെല്ലാം കണ്ട് ഭയന്നുപോയ പ്രിയ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. ഓടിപ്പോകുന്ന പ്രിയയെ ദിലീപ് പിന്തുടരുന്നുണ്ട്. എന്നാൽ കുറച്ചു സമയത്തിന് ശേഷം തിരികെ വന്ന ദിലീപ് പ്രിയ മരിച്ചുപോയെന്ന് എല്ലാവരെയും അറിയിക്കുന്നു. തിരികെ പ്രസന്റിലേക്ക് വരുന്നു. മല്ലിക പറയുന്നുണ്ട്, ചന്ദ്രനും പ്രിയയും മരിച്ചതിന് ശേഷമാണ് നമ്മുടെ വീട്ടിൽ ഈ വിചിത്രവും ഭയാനകവുമായ സംഭവങ്ങൾ നടക്കാൻ തുടങ്ങിയത്. എല്ലാവരും ഭയന്നിരിക്കുമ്പോൾ എൻ്റെ ഭർത്താവ് ദിലീപാണ് അഘോരി ബാബയെക്കുറിച്ച് പറഞ്ഞത്. ഞങ്ങൾ ഉടനെ ആ ബാബയുടെ അടുത്ത് പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ചേർന്ന് വലിയൊരു തെറ്റാണ് ചെയ്തത്. നിങ്ങൾ കൊലപ്പെടുത്തിയ പ്രിയയുടെയും ചന്ദ്രന്റെയും പ്രേതാത്മാക്കൾ നിങ്ങളെ ബലി കൊടുക്കാനായി കാത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും രക്ഷപ്പെടണമെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ. ആ 2 പ്രേതാത്മാക്കളെയും തടച്ചിടണമെങ്കിൽ ഞാൻ ആരാധിക്കുന്ന ദുഷ്ടശക്തിക്ക് 6 പെൺകുട്ടികളെ ബലി നൽകണം. ആ 6 പെൺകുട്ടികളും അവിവാഹിതരായിരിക്കണം. അവരുടെ എല്ലാവരുടെയും പേര് A എന്ന അക്ഷരത്തിൽ തുടങ്ങുന്നതായിരിക്കണം. ഇത് കേട്ട് ഞെട്ടിയ അജയുടെ വീട്ടുകാർ ആദ്യം അതിന് സമ്മതിച്ചില്ല. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അജയുടെ അച്ഛൻ രക്തം ഛർദ്ദിക്കാൻ തുടങ്ങി. ഇനി ഇങ്ങനെ തുടർന്നാൽ തങ്ങൾ എല്ലാവരും മരിക്കുമെന്ന് ഉറപ്പായപ്പോൾ ഭയന്നുപോയ അവർ 6 പെൺകുട്ടികളെ ബലി കൊടുക്കാൻ സമ്മതിച്ചു. ഇതിനർത്ഥം അഞ്ജന ഉൾപ്പെടെ ഇതുവരെ 5 പെൺകുട്ടികളെ കൊലപ്പെടുത്തിയത് അജയുടെ കുടുംബം തന്നെയാണ്. ഇപ്പോൾ അവസാനത്തെ ബലി, അതായത് 6ാമത്തെ ബലി നൽകാൻ വേണ്ടിയാണ് അജയ് അപർണയെ വിവാഹം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നത്. ഈ സത്യം മനസ്സിലാക്കിയുടൻ ഞെട്ടിപ്പോയ അപർണ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ ശ്രമിക്കുമ്പോഴേക്കും അജയും അവന്റെ അച്ഛനും ദിലീപും അവിടേക്ക് വരുന്നു. അപർണ പോലീസിനെ അറിയിച്ചാൽ തങ്ങൾ ജയിലിലാവുമെന്ന് മനസ്സിലാക്കിയ അജയ് അവളെ അടിച്ച് ഒരു കസേരയിൽ കെട്ടിയിടുന്നു. ഈ സീൻ കഴിഞ്ഞ് അന്ന് രാത്രി എല്ലാവരും ഉറങ്ങിയ ശേഷം ദിലീപ് അപർണയുടെ അടുത്തേക്ക് വന്ന് മറ്റൊരു ട്വിസ്റ്റ് വെളിപ്പെടുത്തുന്നു. മല്ലികയെ വിവാഹം കഴിച്ചിരുന്നെങ്കിലും ദിലീപിന് അവളുടെ അനിയത്തി പ്രിയയോട് ഒരു ഇഷ്ടമുണ്ടായിരുന്നു. അന്ന് ചന്ദ്രനും പ്രിയയും റൊമാൻസ് ചെയ്യുന്നത് കണ്ടപ്പോൾ അവന്റെ ദേഷ്യം ഇരട്ടിയായി. ചന്ദ്രനെ വെറുതെ വിടരുതെന്ന് കരുതിയാണ് അവൻ അജയും അമ്മയും അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത്. അവൻ അജയെ പ്രകോപിപ്പിച്ച് അവനെ കൊണ്ട് തന്നെ ചന്ദ്രനെ കൊല്ലിക്കുകയായിരുന്നു. അത് കണ്ട് ഭയന്ന് പ്രിയ ഓടിപ്പോയപ്പോൾ ദിലീപ് അവളെ പിന്തുടർന്നു. അവസാനം ഒരിടത്ത് വെച്ച് പ്രിയയെ തടുത്തു നിർത്തി താൻ അവളെ പ്രണയിക്കുമെന്ന് അവൻ പറഞ്ഞു. എന്നാൽ ചന്ദ്രനെ ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന പ്രിയ അവൻ മരിച്ചതറിഞ്ഞ നിമിഷം അടുത്തുള്ള വലിയ നദിയിലേക്ക് എടുത്തു ചാടി ആത്മഹത്യ ചെയ്തു. ഇപ്പോൾ ഈ ദിലീപ് എത്ര വലിയ സൈക്കോ ആണെന്ന് മറ്റൊരു കാര്യം കൂടി വെളിവാകുന്നു. ഒരു ജോലിക്കും പോവാതെ വീട്ടിലിരിക്കുന്ന ദിലീപിനെ വീട്ടിൽ ആർക്കും ഇഷ്ടമുണ്ടായിരുന്നില്ല. അവന്റെ അമ്മായിയമ്മ, അമ്മായിയപ്പൻ, അജയ്, അവസാനം സ്വന്തം ഭാര്യ മല്ലിക പോലും അവനെ എപ്പോഴും അപമാനിക്കുമായിരുന്നു. ഇവനെ എല്ലാവരും ഒരു പാഠം പഠിപ്പിക്കണമെന്ന് അവൻ ചിന്തിച്ചിരിക്കുമ്പോഴാണ് ചന്ദ്രനും പ്രിയയും മരിക്കുന്നത്. ഉടൻ തന്നെ ദിലീപ് ഒരു പ്ലാൻ തയ്യാറാക്കി. അവന് പരിചയമുള്ള അഘോരിയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇരുവരും ചേർന്നാണ് വീട്ടിൽ ഭയപ്പെടുത്തുന്ന സംഭവങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കിയത്. അജയുടെ അച്ഛൻ രക്തം ഛർദ്ദിച്ച അന്ന് രാത്രി ദിലീപ് തന്നെയാണ് അമ്മായിയപ്പന്റെ ഭക്ഷണത്തിൽ അല്പം വിഷം കലർത്തി രക്തം ഛർദ്ദിപ്പിച്ചത്. അങ്ങനെ വീട്ടുകാരെ ഭയപ്പെടുത്തി 6 പെൺകുട്ടികളെ ബലി കൊടുക്കാൻ സമ്മതിപ്പിക്കുകയായിരുന്നു അവന്റെ പ്ലാൻ. ഇവിടെ അവന്റെ യഥാർത്ഥ പ്ലാൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ ഈ 6 പെൺകുട്ടികളെയും ഇവരെ കൊണ്ട് കൊല്ലിച്ച ശേഷം പോലീസിൽ വിവരം അറിയിച്ച് ഇവരെല്ലാവരെയും ജീവപര്യന്തം ജയിലിലാക്കുക എന്നതായിരുന്നു. ഇപ്പോൾ ദിലീപ് അപർണയോട് പറയുന്നുണ്ട്, ഇത്രയും കാലം ഇതെല്ലാം ആരോടെങ്കിലും തുറന്നു പറയാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ നിന്നോട് പറഞ്ഞു, എന്തായാലും കുറച്ച് സമയത്തിനുള്ളിൽ നീയും ബലിയാകാൻ പോവാണ് എന്ന് പറഞ്ഞ് അവൻ വിചിത്രമായി ചിരിക്കുകയാണ്. അപ്പോഴേക്കും അവിടേക്ക് വന്ന മല്ലിക ദിലീപിന്റെ തലയ്ക്ക് പിന്നിൽ അടിച്ച് അപർണയെ രക്ഷിക്കുന്നു. ശബ്ദം കേട്ട് അജയ് അവിടേക്ക് വരുമ്പോഴേക്കും അപർണ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടാൻ തുടങ്ങുന്നു. റോഡിലൂടെ ഓടുമ്പോൾ വേഗത്തിൽ വന്നൊരു കാർ അവളെ ഇടിക്കുന്നു. ഉടൻ തന്നെ ആ കാറിൽ നിന്ന് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഇറങ്ങി വന്ന് അപർണയെ നോക്കുന്നുണ്ട്. കുറച്ചു സമയത്തിന് ശേഷം അപർണയ്ക്ക് ബോധം വരുമ്പോൾ ഏറ്റവും അപ്രതീക്ഷിതമായ ഒരു ട്വിസ്റ്റ് വെളിവാകുന്നു. ഇത്രയും നേരം നമ്മൾ മരിച്ചുപോയെന്ന് കരുതിയ പ്രിയയും ചന്ദ്രനും ജീവനോടെയുണ്ട്. അവരുടൻ തന്നെ അപർണയെ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഇതോടെ ഈ സീരീസ് ഇവിടെ അവസാനിക്കുന്നു. കഥ എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൂടി തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.